കാറ്റത്തക്കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ കൈ പിടിച്ച് സുധീഷും ചേട്ടനും അനിയനൊക്കെ കൂടി ചെല്ലണേ. കവലയിൽ ചെല്ലുമ്പോൾ നിധിയോട് ചോദിക്കും, ഇതിലാരാണ് നിധി, നിന്നെ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കും. അപ്പം നിധി നമ്മുടെ നീതുവിൻ്റെ സഹോദരന് നേരെ കൈ ചൂണ്ടും. പിന്നീട് ഞാനെന്താ വിളിച്ചത്, എന്താ വേണ്ടത്, ഞാൻ ഇനിയും വിളിക്കും, അഞ്ജലി 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 അഞ്ജലി, 5 ആണുങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നവൾ അഞ്ജലി എന്നല്ലാണ്ട് പിന്നെ എന്തെന്നാടാ വിളിക്കേണ്ടത് എന്ന് ചോദിച്ച വഴിക്ക് സുധീഷ് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കിന്. അത് കഴിഞ്ഞിട്ട് അപ്പം വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു, അഞ്ജലി അഞ്ജലിന്ന് വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം അവിടെ താഴത്തുനിന്ന് വീണ് എഴുന്നേറ്റിട്ട് അപ്പോൾ സുഭാഷ് ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കുക അവനെ. അപ്പോൾ സുധീഷ് അവനെ പിടിച്ചപ്പോൾ നമ്മുടെ നിധി വിളിച്ചു പറയും, സുധീഷേ അടിച്ചവൻ്റെ പല്ല് താഴെയിട്, ഇനി അവൻ ആരെയും വിളിക്കരുത് അങ്ങനെയെന്ന് പറയും. അത് കേട്ടോടുകൂടി പിന്നെ ഭാര്യരെ എന്നുള്ളൊരു അഭിനന്ദനമല്ല കേട്ടത്, പിന്നെ അടിയുടെ പൂരവും പെരുന്നാളും ആയിരുന്നു. അങ്ങനെ നല്ല നല്ല ഇടിയും സംഘട്ടനവും. അപ്പോഴത്തേന് ഹരീഷ് വരും, പിന്നെ ഹരീഷും കൂടി കൊടുക്കും. അപ്പോൾ അച്ഛൻ വരുമ്പോൾ എന്താണെന്ന് ചോദിക്കും, എന്താ മോളെ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിധി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ കവലയിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്ന, ഒരു പെൺകുട്ടീനെ ഈ നാറികളൊക്കെ അപമാനിച്ചപ്പോൾ വായി നോക്കി നിന്നോടാ പട്ടികളെ എന്ന് അവരോട് ആദ്യം ചോദിച്ചേ. അതിന് ശേഷടാ മക്കളെ അവൻ്റെ തല അങ്ങോട്ട് തല്ലിപ്പൊളിക്കടാ, ബാക്കി കാര്യം പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ നല്ല അടി, ഒരു 5 മിനിറ്റ് നിന്ന് നിപ്പിൽ അടി. ലാസ്റ്റ് അവരെല്ലാവരും കൂടെ തലേ കൈയും വെച്ച് ഓടും. അതിനുശേഷം നിധിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നവരോട് നിധി വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിധി സോറി, നിധിക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കുന്നു. ചേട്ടൻ പറയും, എനിക്ക് വിഷമമുണ്ടായി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ, പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറയും. അപ്പോൾ നീ നികേഷിനെ വഴക്ക് പറയുന്നു സുധീഷ്, എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, നീ എന്തേടാ ഇതിന് മുന്നേ നിധിനെ അപമാനിച്ചപ്പോൾ പറയാഞ്ഞേ, ഞാൻ അന്ന് തല്ലണമെന്ന് വിചാരിച്ചതാ, നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഈ ഏട്ടത്തി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അന്ന് അവൻ്റെ വായ അടിച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ വരുമായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുന്നത്. എന്നിട്ട് ഹരീഷ് നിധിയുടെ അടുത്ത് ചെന്ന് പറയും, ഏട്ടത്തി മാപ്പ്, ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായേ എന്നറിയപ്പേ, അതിലൊന്നും വിഷമിക്കൊന്നും വേണ്ട, നീ കാരണമില്ലല്ലോ, നീതോ ഇതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, നീ എന്തിനാ എന്നോട് മാപ്പ് പറയണേന്ന് പറയും. അപ്പോൾ സുധീഷ് ചോദിക്കും, നികേഷ് ഹരീഷെ, ഇത്രയും പൊട്ട ഫാമിലിയിൽ നിന്ന് നീ ഇഞ്ഞവളെ കല്യാണം കഴിക്കാൻ പോണം, ഇത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ സഹിക്കേണ്ടി വരുവാടാന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല അവർ. അതിനുശേഷം പിന്നെ നീതുവിനാണ് കാണിക്കുന്നത്, ടി വിയിലൊരു പ്രണയപ്പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ ഓടി വന്ന് ഫോൺ ഓഫ് ചെയ്തിട്ട് അടിച്ച് ടി വി ഓഫ് ചെയ്യും. അടിച്ച് കോരടി, നീ ഈ പാട്ട് കാണുമ്പോൾ നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാടി എന്നൊക്കെ പറയും. പക്ഷെ എന്തൊരു കഷ്ടമാണ്, പാട്ട് കേൾക്കാനും പറ്റില്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേനും അനിയൻ വരും. അങ്ങനെ അനിയൻ വരുമ്പോൾ ഞൊണ്ടിയൊക്കെ വരുന്നത്. അപ്പം അമ്മ ഓടിച്ചില്ല, എന്താടാ വണ്ടി വന്ന് വീണോ, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കരയും. ഞാൻ പറഞ്ഞോ വണ്ടി വന്ന് വീണാണെന്ന്, ഇവള് എല്ലാത്തിനും കാരണം ഇവളാണെന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു നോക്കും. അപ്പം പറയും, നിൻ്റെ മറ്റവനും അവൻ്റെ ചേട്ടനിമാരും കൂടി വന്ന് എന്നെ തല്ലിയത്, നീ എൻ്റെ അനിയത്തിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതിന് എന്നെ അവരടിച്ച് തമ്പോറാക്കിയെന്ന് പറയും. അത് കേട്ടോടുകൂടി നീതുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാകും, ഇത്ര അധികം സാമർഥ്യമോ എന്ന് പറഞ്ഞിട്ട് അയൽവക്കക്കാരൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് പറയുന്നത് കണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം, ഭാസ്കരനും മക്കളും കൂടെ എൻ്റെ മോനെ തല്ലിച്ചതച്ചെന്ന് പറയും. അങ്ങനെ നീതു പരാതി കൊടുക്കാൻ പോകരുത്, ആവശ്യമില്ലാതെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ പോകും. അങ്ങനെ അവർ പോവും. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് ഭാസ്കരൻ്റെ വീട്ടിലേക്ക് ചന്ദ്രൻ്റെ ഭാര്യയും മോനും കോട്ടർഷയിൽ വരുന്നതാണ്. പിന്നെ കൂട്ടത്തിൽ കൂടെ കൗൺസിലറും ഉണ്ട്, വേറൊരാളും കൂടി ഉണ്ട്, ഒത്തുതീർപ്പിന് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഭാസ്കരനും വരും. എടാ സുഭാഷ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചന്ദ്രൻ വിളിക്കും. അപ്പോൾ സുഭാഷും ഹരീഷൊക്കെ പോവാൻ, നികേഷും നമ്മുടെ നിധിയും കൂടെ അകത്ത് നിൽക്കും. ഏട്ടത്തി ഇവിടെ നിന്നാൽ മതി, അവരുടെ ഇടയിലേക്ക് പോകണ്ടെന്ന് പറയും. അങ്ങനെ അവരിങ്ങനെ ഭയങ്കര വഴക്കാണ്. അപ്പോൾ കൗൺസിലറോട് നമ്മുടെ കൗൺസിലറെ നല്ല അപമാനിക്കുന്നുണ്ട് ഭാസ്കരൻ, നീ നാട്ടുകാർക്ക് കുഴിമന്തി മേടിച്ചു കൊടുത്തിട്ട് മറ്റേ വാർഡ് മെമ്പറായി നിൽക്കേണ്ട ആളെ തോൽപ്പിച്ചിട്ടല്ലേടാ, നീ വലിയ ആളാവണ്ട, നീ ആദ്യം നാട്ടുകാരെ കാര്യം, ഈ നാട്ടിലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൂടി വന്ന് ഒത്തുതീർപ്പാക്കാണ്ട് റോട്ടിലെ കോളനിക്കാർക്ക് കുടിവെള്ളം മുട്ടിയിട്ട് 3 ദിവസമായി, അത് ശരിയാക്കാൻ നോക്ക്. അതുപോലെ തന്നെ ആ ഫ്ലാറ്റിലെ കക്കൂസ മാലിന്യം വരുന്നത് കിണറ്റിലേക്കാണ്, അത് ശരിയാക്കാൻ നോക്ക്. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാതെ നോക്കാനോ, പിന്നെ എന്നിട്ടല്ലേ നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കണം, നാണില്ലാത്തതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. നിങ്ങൾ ഈ ചെക്കനെ തല്ലിച്ചതച്ചില്ല, അതിൻ്റെ ചോദിക്കാൻ വന്നാണെന്ന് പറയും. അപ്പോൾ ഭാസ്കരനോട് പറയുന്നുണ്ട് നീതുവിൻ്റെ അമ്മ, നിങ്ങൾ നോക്കിക്കോ, പോലീസ് ഇപ്പോൾ വരും, എൻ്റെ മോനെ തല്ലിച്ചതച്ചെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, എൻ്റെ ഭാര്യനെ അപമാനിച്ച് മോശം വാക്ക് പറഞ്ഞ് ഇവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് നിങ്ങൾ സമാധാനിക്കുമെന്ന് പറയും. അപ്പോൾ കണ്ട അവൻ എൻ്റെ മോനെ കൊല്ലുമെന്ന് പറയുന്നത്, അതും ഒരു കൗൺസിലറെ മുന്നിൽ വെച്ചിട്ട്.
എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയ തന്നെയാണ്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോഴത്തേനും പോലീസുകാർ വരും. വന്നല്ലോ പോലീസ്. അപ്പോൾ ഭാസ്കരൻ പറയണ്ടേ, സുധീഷേ നമ്മളെ പോലീസ് കൊണ്ടുപോകുമ്പോഴത്തേനും അവിടെ ഒരു നല്ലൊരു വടി കൈക്കോട്ടുണ്ടാക്കാൻ കൊണ്ടുവച്ചാൽ നല്ലൊരു വടിയുണ്ട്. ഇവൻ്റെ മോനെ കയ്യും കാലും തല്ലി കണിച്ചിട്ട് നീ പോയാൽ മതിയിട്ടടാന്ന് പറയും ജയിലിൽ. അത് ശരിയെന്ന് പറയുന്നു. അങ്ങനെ ആവട്ടെ എന്ന് പറയും. ഇതിന് പോലീസുകാർ വരും. പിന്നെ കാണിക്കുന്നത് നീതുവും വരുന്നതാണ്. അപ്പോൾ നീതു കണ്ടിട്ട് പറയും, എൻ്റെ അമ്മ കൊടുത്തത് കള്ളപ്പരാതിന് ഇതിൻ്റെ പേരിൽ നിങ്ങൾ കേസെടുത്ത് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഞാൻ പറയും ഞാനും ഹരീഷും സ്നേഹത്തിലാണ്, അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറഞ്ഞ് ഞാൻ ഇത് പൊളിക്കും, അതിന് നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ഇതിന് നിധി വരുന്നുണ്ട്. നിധിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മോൻ തെറ്റ് ചെയ്ത കാര്യം കൗൺസിലർ മനസ്സിലാവണില്ല. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പെങ്ങളെ പിന്നാലെ നടക്കണേനും ശല്യം ചെയ്യുന്നതിനും ചെയ്യരുതെന്ന് പറഞ്ഞതിനാണ് ഉപദ്രവിച്ചതെന്നുള്ള ഇതിലാണ് കൗൺസിലറും വന്നത്. അപ്പോൾ കൗൺസിലർക്കും കാര്യം അറിയില്ല. ഇവരുടെ ഫാമിലി പോലീസുകാർ വന്ന് ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവരെ ഒരു മോശം ഫാമിലിയാണ് സാറേ, ഗുണ്ട ഫാമിലി, കണ്ടില്ലേ എന്നെ വരെയും അപമാനിച്ച്. അപ്പോൾ ചന്ദ്രൻ പറയും കുഴിമന്തി കൗൺസിലർ എന്ന് വിളിച്ചു എന്ന് പറയും. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കണം, എന്താടോ എന്ന് ചോദിക്കും. അപ്പം പിന്നെ കാണിക്കുന്നത് അയലക്കാർ വന്ന് നിൽക്കണതും പ്രശ്നവും വഴക്കും വർത്താനവും സംസാരവും. നിധിയും വരുന്നുണ്ട്. നിധി അതിൻ്റെ ഇടയിൽ വന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നീതു വന്നതോടുകൂടി പ്രശ്നങ്ങളാകെ തല കീഴായി മറിയുന്നു. നീതു വന്നപ്പോൾ നീതു പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാരെ വായ അടഞ്ഞു പോകുന്നു. കാരണം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടി എന്താണോ പറയുന്നത് അതായിരിക്കും സത്യം, അതായിരിക്കും കോടതി വിശ്വസിക്കുക. അതുകൊണ്ട് ആണുങ്ങളെ വാക്കിന് ഒരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മനെയും അച്ഛനെയും ആങ്ങളെയും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങോട്ട് വലിച്ചു കീറണം നീതു. അവരുടെ മുഖംമൂടിയും അവർ പറഞ്ഞതും പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. അതുപോലെ തന്നെ നിധിനെ അപമാനിച്ച വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ പോലീസുകാർക്കും മനസ്സിലാവും സംഭവം. അവരെന്തായാലും ഈ പ്രശ്നത്തിൽ തലയിടാണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ഭാഗമൊക്കെ ഇനി പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.